പ്രേക്ഷക വിധി പ്രകാരം ഈ ആഴ്ച പുറത്തു പോകുന്നത് ജിസയിലാണെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ വേദിയിലേക്ക് ജിസയിലിനെ ക്ഷണിക്കുന്നത്. പ്രേക്ഷക വിധി പ്രകാരമാണ് ജിസയിൽ ഔട്ടാകുന്നതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം ഒരു കണ്ടന്റും കൊടുക്കാതെ പഴം വിഴുങ്ങിയ കണക്കിന് നിൽക്കുന്നവരെയൊക്കെ സേഫ് ആക്കിയിട്ട് അത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ ഔട്ടാക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നി? എന്നിട്ട് പറയാണ് പ്രേക്ഷകരുടെ വിധി പ്രകാരമാണിത്. പ്രേക്ഷക വിധി പ്രകാരം വോട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ജിസയിൽ ഔട്ടാവില്ല. കാരണം വോട്ടിംഗ് റിസൾട്ട് 2ാം സ്ഥാനത്തായിരുന്നു ജിസയിൽ നിന്നിരുന്നത്. പ്രേക്ഷകരുടെ വിധിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ജിസയിലിനെ ഔട്ടാക്കില്ലായിരുന്നു. ഇത് വോട്ട് ചെയ്തവരൊക്കെ മണ്ടന്മാരാക്കിയ ഒരു എവിക്ഷനാണ് ഈ ആഴ്ച നടന്നത്. അൺഫെയർ എന്ന് പറഞ്ഞാൽ വളരെ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ. ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തുടരാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ജിസയിലിനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരുണ്ട്. അതുകൊണ്ടാണല്ലോ വോട്ടിംഗ് റിസൾട്ടിൽ 2nd പൊസിഷൻ വരെ എത്തി നിന്നതും. ഈ ആഴ്ച ഒരു തവണ പോലും ജിസയിൽ ഡേഞ്ചർ സോണിലേക്ക് പോയിട്ടേയില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുടെ വിധി പ്രകാരം ഔട്ടാക്കിയതെന്ന് പറയുന്നത്? ഷോ നടത്തുന്നവർക്ക് തോന്നിയതുപോലെ എവിക്റ്റ് ആക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വോട്ടിംഗ്, നോമിനേഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കൂടുതലുള്ള ആൾക്ക് കപ്പ് കൊടുക്കും എന്നതിൽ എന്തുറപ്പാണുള്ളത്? പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് കുറച്ചെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ജിസയിൽ എന്ന കണ്ടസ്റ്റന്റിന് റീ എൻട്രി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ.